ഭാരതാംബ ചിത്രവിവാദത്തിൽ ഗവർണർക്കെതിരെ CPI പ്രത്യക്ഷ സമരത്തിന് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് പി സന്തോഷ് കുമാർ MP രാഷ്ട്രപതിക്ക് കത്ത് നൽകി. RSS ചിത്രം ഔദ്യോഗിക പരിപാടികൾക്ക് ഉപയോഗിക്കുന്നതിനെതിരെയും കത്തിൽ പരാമർശിക്കുന്നുണ്ട്. നാളെ എല്ലാ ബ്രാഞ്ചുകളിലും ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈകൾ നടാനും CPI ആഹ്വാനം ചെയ്തു. VV അരുൺ ചേരുന്നു. അരുൺ, സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഗവർണർക്കെതിരെ രംഗത്തെത്തുന്നത് CPI ആണ്. കഴിഞ്ഞ ദിവസത്തെ സംഭവം തന്നെയാണ് അതിന് കാരണമായിരിക്കുന്നത്. എന്താണ് CPIയുടെ കടുത്ത നീക്കങ്ങൾ? ഈ വിഷയത്തിൽ കൂടുതൽ പ്രത്യക്ഷ നീക്കങ്ങൾ CPIയിൽ നിന്നും പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ നടക്കാനിരുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് CPI ഗവർണർക്ക് ആദ്യം രംഗത്ത് വന്നത്. ഇപ്പോൾ CPI അതൊരു ക്യാമ്പയിനായി തന്നെ ഏറ്റെടുക്കുകയാണ്. അല്പസമയം മുമ്പ് CPIയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് പി സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് ഒരു കത്ത് നൽകി. കത്തിലെ പ്രധാന ആവശ്യം ഭരണഘടനാ മൂല്യങ്ങൾ, ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുന്ന ഗവർണറെ തിരിച്ചു വിളിക്കണം. RSSന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സർക്കാരുകൾ കേരള തമിഴ്നാട്ടിലെയും ഗവർണർമാർ ശ്രമിക്കുന്നത്. സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യുന്നു. ഇന്നലെ തന്നെ രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് മന്ത്രിക്ക് വിട്ടുനിൽക്കേണ്ടി വന്നത് ഭാരതാംബയുടെ പ്രത്യേക തരത്തിലുള്ള ഒരു ഇമേജ്, അതിൽ ഇത്തരത്തിലുള്ള പുഷ്പാർച്ചന നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചതുകൊണ്ടാണ് കൃഷിമന്ത്രിക്ക് ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലും തമിഴ്നാട്ടിലും ഗവർണർമാർ ഉപയോഗിച്ച് ഗവർണർമാരെ RSSന്റെ ഏജന്റുമാരായി മാറ്റുന്ന ഗുരുതരമായ പരാമർശമാണ് CPIയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് സന്തോഷ് കുമാർ നൽകിയ കത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഗവർണർ ഭരണഘടനാ മൂല്യങ്ങൾ, ഭരണഘടനാ തത്വങ്ങൾ ലംഘിച്ച ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാണ് CPIയുടെ കത്തിലെ ആവശ്യം. സംസ്ഥാനത്തും സമാനമായ പ്രതിഷേധ പരിപാടികൾ CPI ആഹ്വാനം ചെയ്യുന്നുണ്ട്. എല്ലാ ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും ഭാരതാംബയുടെ യഥാർത്ഥ ചിത്രം വെച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്താനും അതുപോലെ തന്നെ അവിടെ വൃക്ഷത്തൈ നടാനുമാണ് CPIയുടെ സംസ്ഥാന കൗൺസിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അല്പസമയം ബിനോയ് വിശ്വത്തിന്റെ വാർത്താക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. ഗവർണർക്കെതിരെ കടുത്ത നിലപാട് തുടരാൻ തന്നെയാണ് CPIയുടെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് രാജ്ഭവനിലെ പരിപാടി ഇന്നലെ കൃഷിമന്ത്രി P പ്രസാദ് ഒഴിവാക്കിയത്. CPM നേതാക്കളും ഗവർണർക്ക് നിലപാടെടുത്ത് രംഗത്ത് വരുന്നുണ്ട്. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതുപോലെ തന്നെ മന്ത്രി P രാജീവും ഒക്കെ കടുത്ത വിമർശനം ഗവർണർക്കെതിരെ ഉയർത്തിയിരുന്നു. പക്ഷേ ഒരു പടി കൂടി കടന്നുള്ള നീക്കമാണ് ഇപ്പോൾ CPI ഗവർണർക്കെതിരെ നടത്തുന്നത്.